നമസ്തേ. ഗണപതി ഭഗവാന്റെ ജനനകഥ കേട്ടാലോ? ഒരു ദിവസം പാർവതീദേവി കുളിക്കുവാനായി പോയ നേരം ദേവിയുടെ മനസ്സിൽ ഒരു ചിന്ത ഉയർന്നു. ശിവഭഗവാനെ നന്ദികേശൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. തനിക്ക് അതുപോലെ ആരുമില്ലല്ലോ എന്ന് ദേവി ചിന്തിച്ചു. അതിനായി ദേവി തൻ്റെ ദേഹമാകെ പൂശിയ മഞ്ഞൾ ഉപയോഗിച്ച് ഒരു രൂപമുണ്ടാക്കി. ഒരു ബാലൻ്റെ രൂപം. തൻ്റെ പുത്രനെ കണ്ടപ്പോൾ ദേവിക്ക് വളരെയധികം സന്തോഷമായി. തൻ്റെ മകനെ തന്നോട് ചേർത്ത് പിടിച്ച ദേവി താൻ കുളിക്കുവാനായി പോവുകയാണെന്നും ഇതിനുള്ളിലേക്ക് ആര് വന്നാലും കടത്തിവിടരുതെന്നും നിർദ്ദേശം നൽകി. ബാലൻ തൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഏറ്റെടുത്തു. ഈ സമയം അവിടേക്ക് വന്ന മഹാദേവനെ തടഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുവാൻ സാധിക്കുകയില്ല എന്ന് ബാലൻ പറഞ്ഞു. താൻ കൈലാസത്തിൻ്റെ നാഥനാണെന്നും പാർവതീദേവിയുടെ പതിയാണെന്നും പറഞ്ഞിട്ടും ബാലൻ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. അഹങ്കാര രൂപത്തിൽ ബാലൻ മഹാദേവനെ വീണ്ടും വീണ്ടും തടയുകയാണ് ചെയ്തത്. ഇതിൽ കോപാകുലനായ മഹാദേവൻ ബാലനുമായി യുദ്ധം ചെയ്തു. യുദ്ധത്തിന് അവസാനം ബാലൻ്റെ തല മഹാദേവൻ വേർപെടുത്തി. ഈ സമയം പുറത്തേക്ക് വന്ന ദേവി ഉടലും ശിരസും വേർപെട്ട നിലയിൽ തൻ്റെ പുത്രൻ കിടക്കുന്നതാണ് കണ്ടത്. തൻ്റെ പുത്രനെ ഈ വിധം കാണാനിടയായ ദേവി കോപാകുലിയായിക്കൊണ്ട് മഹാകാളിയുടെ രൂപമെടുത്ത് ലോകം മുഴുവനും ചുട്ട് ചാമ്പലാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. തൻ്റെ പുത്രനെ തനിക്ക് തിരിച്ചു തരണമെന്ന് മഹാദേവനോട് ദേവി വാശി പിടിച്ചു. പലതരത്തിലും മഹാദേവൻ ദേവിയെ ശാന്തയാക്കാൻ ശ്രമിച്ചു. എങ്കിലും ദേവി ഒട്ടും കോപം വെടിഞ്ഞില്ല. പിന്നീട് മഹാദേവൻ നന്ദികേശനോട് വടക്ക് ദിക്കിലേക്ക് സഞ്ചരിക്കുവാനും ആദ്യം കാണുന്ന മൃഗത്തിൻ്റെ തല വെട്ടിയെടുത്തുകൊണ്ട് വരുവാനും പറഞ്ഞു. എന്നാൽ ആ മൃഗത്തിൻ്റെ തല വെട്ടിയെടുക്കുന്നതിന് മുൻപായി ആ മൃഗത്തിനോട് അനുവാദം ചോദിക്കണമെന്നും അതിൻ്റെ പൂർണ്ണ അനുവാദത്തോടുകൂടി മാത്രമേ അതിൻ്റെ തല വെട്ടിയെടുക്കാവൂ എന്നും ഭഗവാൻ നന്ദികേശനോട് പറഞ്ഞു. ഭഗവാന്റെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് നന്ദികേശൻ വടക്ക് ദിക്ക് നോക്കി യാത്രയായി. ആദ്യം കണ്ടത് ഗജാസുരൻ എന്ന ഒരു ആനയായിരുന്നു. നന്ദികേശൻ തൻ്റെ വിവരങ്ങളെല്ലാം ഗജാസുരനോട് പറയുകയുണ്ടായി. ഗജാസുരനാകട്ടെ പൂർണ്ണ അനുവാദം നന്ദികേശന് നൽകുകയും ചെയ്തു. മഹാദേവൻ്റെ മകനായി ജനിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ കഴിയുകയായിരുന്നു ഗജാസുരൻ. തൻ്റെ ആഗ്രഹം സാധിക്കുമെന്നറിഞ്ഞപ്പോൾ ഗജാസുരന് വളരെയധികം സന്തോഷമായി. ഏറെ സന്തോഷത്തോടുകൂടി തൻ്റെ തല വെട്ടിയെടുക്കുവാനായി ഗജാസുരൻ നന്ദികേശന് അനുവാദം നൽകി. ഗജാസുരൻ്റെ തല വെട്ടിയെടുത്ത് നന്ദികേശൻ മഹാദേവന് മുന്നിൽ വെച്ചു. ഗജാസുരൻ്റെ തലയെടുത്ത് മഹാദേവൻ പുത്രൻ്റെ ഉടലിനോട് ചേർത്ത് വെച്ചു. അങ്ങനെ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ ഗണപതി ഭഗവാൻ വീണ്ടും പുനർജനിക്കുകയായി. ഇത് കണ്ട ദേവിയുടെ കോപം പൂർണ്ണമായും ശമിച്ച് ദേവി തൻ്റെ പുത്രനെ വാരിയെടുത്ത് ചേർത്ത് പിടിച്ചു. ഗണപതി ഭഗവാന്റെ ജനനകഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഓം ഗം ഗണപതായേ നമഃ.